ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ ഗൗരി ശങ്കരത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ഗൗരിയെ ജയിലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ എല്ലാ പേരും ഡീറ്റെയിൽസും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം അച്ഛന്റെ പേര് എന്താന്ന് ചോദിച്ചു. അപ്പൊ ശ്യാമപ്രസാദ്, അച്ഛന്റെ ജോലി പ്രൊഫസറാ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഈ പോലീസുകാരെ പരസ്പരം മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കാണ്. പ്രൊഫസറുടെ മോളോ എന്നുള്ള മട്ടിലാണ് നോട്ടം കേട്ടോ. അപ്പൊ ഗൗരിക്കാണെങ്കിൽ ആകെ അപ്പൊ താൻ പ്രഗ്നന്റ് ആണല്ലേ എന്ന് ചോദിച്ചു. അഡ്രസ്സ് പറയൂ എന്ന് പറഞ്ഞപ്പോ അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. എന്നാ ഇനി ദേഹപരിശോധന ചെയ്തിട്ട് വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു വിടുകയാണ്. എന്താണെങ്കിലും കള്ളനോട്ട് കേസിലെ പ്രതിയല്ലേ, നന്നായി തപ്പിയല്ലോ അല്ലെ എന്നൂടെ പറഞ്ഞു. അപ്പൊ വന്ന ശേഷം നിങ്ങള് ആ കമ്മലും മാലയും ഒക്കെ ഊരിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ കമ്മലൂരി കഴിഞ്ഞപ്പോഴത്തേനും മാല ഊര് എന്ന് പറഞ്ഞു. അല്ല, ഇത് താലിമാലയാ എന്ന് പറഞ്ഞു. ജയിലിലൊരു നിയമമുണ്ട്, ആ നിയമം അനുസരിച്ച് മാത്രമേ നടക്കുള്ളൂ, അത് ഊരാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം ഗൗരി മനസ്സോടെ കല്യാണവും ഒക്കെ ആലോചിച്ച് ശങ്കര താലി കെട്ടി തന്നതും ഒക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് ഭയങ്കര സങ്കടമായി, എങ്കിലും ഊരി കൊടുക്കാതെ നിർവാഹമില്ല. അപ്പൊ എല്ലാം ഊരി ഗൗരി അങ്ങോട്ടേക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉപ്പിട്ടു. അവസാനം ഒരു പായും ഒരു പുതപ്പും ഒരു പാത്രവും ഗ്ലാസ്സും കൂടെ നമ്മുടെ ഗൗരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഗൗരിയും കൂട്ടിക്കൊണ്ട് ഇവര് ജയിലിലേക്ക് അകത്തേക്ക് കയറി പോന്നു. പിന്നെ നമ്മൾ കാണുന്നത് ശങ്കറിനെയാണ്. ശങ്കർ പിട്ട പോലെ ബൈക്ക് ഓടിച്ച് അങ്ങ് പോവാണ്. അപ്പൊ ആളുടെ സമനില തെറ്റി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്നും ശങ്കറിന് അറിയില്ല. അപ്പൊ ശങ്കർ ഭയങ്കര സ്പീഡില് മുന്നിൽ ആളുണ്ടോ എന്നൊന്നും നോക്കുന്നില്ല, സ്പീഡിൽ വണ്ടി ഓടിച്ചിങ്ങനെ പോവാണ്. അപ്പൊ ഓടിച്ചിങ്ങനെ പോകുമ്പോഴത്തേനും ഒരാള് ആ വഴി വരുമ്പോഴത്തേനും അയാളുടെ മുന്നിലേക്ക് ചെന്ന് ഈ വണ്ടി ഇങ്ങനെ ഇടിക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പൊ അയാൾ താഴോട്ട് വീണു കേട്ടോ, ഇടിക്കാൻ ചെന്നപ്പോൾ തന്നെ. അപ്പൊ അയാൾ എഴുന്നേറ്റിട്ട്, എന്താടോ തനിക്കൊക്കെ ആരാണോ ലൈസൻസ് തന്നത്, കണ്ണ് കാണില്ലേ എന്ന് ചോദിച്ചു. വണ്ടി പോകുന്നതാ. അപ്പൊ ഈ ശങ്കർ എന്നെ ചെയ്തു, ഇറങ്ങിയിട്ട് അയാളെ എടുത്തിട്ട് അടിക്കുകയാണ്. അപ്പൊ ഇയാളെ എടുത്തിട്ട് അടിക്കുമ്പോഴത്തേനും ഇയാളുടെ കയ്യില് ഒരു പൊതിയും ഒരു കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളി രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയതാണ്. ശങ്കർ ഇത് കണ്ടപ്പോഴത്തേനും ശങ്കർ വേഗം തന്നെ അത് എടുത്തിട്ട് ഫുൾ അങ്ങ് കുടിക്കുകയാണ്. അയ്യോ എന്റെ കുപ്പി എന്ന് പറഞ്ഞു അയാള്. പക്ഷെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി ഉറപ്പാണ്. അതുകൊണ്ട് അയാൾ മിണ്ടാതെ ആ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ കാണുന്നത് ധ്രുവനെയും ഗംഗേനെയാണ്. പിന്നെ അവർ രണ്ടുപേരുടെ ഗൗരിയെ തേടി പോവാണ്. ഗൗരിയെ കൈ കിട്ടിയ ഉടനെ തന്നെ നമ്മള് നവീൻ ബ്രോയ്ക്ക് അവളെ സമ്മാനിച്ചിട്ട് ആ പണം നമ്മൾ തുല്യമായിട്ട് വീതിച്ചെടുക്കും. ഗംഗെ, ഗൗരി തന്നോടൊപ്പം പുറത്തേക്ക് വരാതിരിക്കാൻ സമ്മതിച്ചാലോ? ഗൗരി അത്ര എതിർപ്പൊന്നും പറയില്ല, അവക്ക് എന്നോട് അത്ര വിശ്വാസാ, അതെയാ സമ്മതിച്ചായിരുന്നു. ഗംഗെ, അവക്ക് നല്ല വിശ്വാസാന്ന് എനിക്കറിയാം, എങ്കിലും നമ്മൾ കുറച്ച് മുൻകരുതലുകളൊക്കെ എടുത്തിരിക്കണം അല്ലേ, ശരിയല്ലേ? ഒരു മുഴം മുന്നേ എറിയുന്നതാണ് എന്റെ ഒരു ശീലം. എന്താ ധ്രുവൻ ഉദ്ദേശിച്ചത്? നീ ആ ഡാഷ്ബോർഡ് ഒന്ന് തുറന്നു നോക്കിയേ എന്ന് പറഞ്ഞു. അപ്പൊ ഗംഗ വേഗം ഡാഷ്ബോർഡ് തുറന്നു നോക്കിയപ്പോഴത്തേനും അതിനകത്ത് ഒരു ബോർഡിൽ ഇരിക്കുക കേട്ടോ. അതെന്താണെന്നറിയോ? ക്ലോറോഫോം. ഗൗരിക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ ഗംഗയ്ക്ക് ഇത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിങ്ങനെ അപ്പൊ ഡാഷ്ബോർഡ് അടച്ചു ആള് നോക്കിയിട്ട്. അപ്പൊ വേഗം ധ്രുവന്റെ ഫോണിലേക്ക് ഷാൻ വിളിക്കുകയാണ്. എന്താടാ ഷാനെ എന്ന് ചോദിച്ചു. മച്ചാൻ എവിടെയാ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഞാനും ഗംഗയും കൂടി ഗൗരിയെ പൊക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതെയോ മച്ചാനെ, കളരിയിൽ ഗൗരിയില്ല, ശങ്കർ ഭായിയും ഗൗരിയും കോടതി വന്നിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ധ്രുവൻ ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ ശരിക്കും. അപ്പൊ കോടതിയിലോ എന്ന് ചോദിച്ചു. അതേനെ, ആദർശിന്റെ ജാമ്യത്തിന് വേണ്ടിയിട്ട് 1 കോടി രൂപ കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തു. 1 കോടി രൂപ കോടതിയിൽ കെട്ടിയെന്നോ? അതേ മച്ചാനെ, 1 കോടി രൂപ കോടതിയിൽ കെട്ടിവെച്ചു എന്നാ പറഞ്ഞത്. പച്ച ബാഗിലായിരുന്നു അവള് പണവും കൊണ്ട് അവിടേക്ക് എത്തിയിരുന്നത്. അതെങ്ങനെ? അപ്പൊ ഭയങ്കര സംശയമായിട്ടോ ധ്രുവന്. പച്ച ബാഗ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും, മച്ചാനെ നീ വല്ലതും കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. കോടതിയിൽ പണം അടച്ചതോടെ ഫുൾ സീനായി. എന്ന് വെച്ചാല് മനസ്സിലായില്ല. ഗൗരി കോടതിയിൽ കൊടുത്തതേ ഫേക്ക് നോട്ടായിരുന്നു മച്ചാനെ, കള്ള നോട്ട്. ശരിക്കും? എന്നിട്ട് എന്ന് ചോദിച്ചു. അപ്പൊ ഗംഗ ഇങ്ങനെ കള്ളനോട്ടോ എന്നോർത്ത് ഗംഗ ഇങ്ങനെ അതിശയത്തോടെ നിൽക്കാണ്. എന്നിട്ട് എന്താടാ സംഭവിച്ചത് അത് പറ. എന്ത് സംഭവിക്കാൻ? ഗൗരിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു. അതാ ഇപ്പൊ ചെയ്തത്. അറസ്റ്റ് ചെയ്തെന്നോ? വേലങ്ങ് വെച്ച് ഗൗരിയെ കൊണ്ടുപോകുന്ന കാഴ്ച മച്ചാനൊന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. ഒരു വീഡിയോ പോലും എടുത്തു വെക്കാൻ പറ്റിയില്ല, അതാ സങ്കടം. മച്ചാനെ, ഗൗരിയെ വേലങ്ങ് വെക്കുന്ന വീഡിയോ എനിക്ക് വേണം. എന്താന്ന് നിനക്ക് അറിയാലോ അല്ലേ?
നമ്മുടെ ട്രെയിൻ യാത്രയില് അന്ന് അവള് തന്ന ആ പണി നീ മറന്നിട്ടില്ലല്ലോ അല്ലേ ഷാനെ? ഇല്ല മച്ചാനെ, തിരിച്ചതേ നാണയത്തിൽ അവക്ക് മറുപടി കൊടുക്കാൻ ഇപ്പം നമുക്ക് കിട്ടിയ അവസരാണ് ഇത്. മനസ്സിലായോ? മനസ്സിലായോ മച്ചാനെ? നമുക്ക് സെറ്റ് ആക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ വെച്ചു കേട്ടോ. അപ്പൊ ധ്രുവന് ഭയങ്കര സന്തോഷമായി. എങ്കിലും ആശങ്കകളുടെ ബാക്കി ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ധ്രുവൻ കൊണ്ടുപോയി കാറ് ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തി പാർക്ക് ചെയ്തു. അപ്പൊ ഇടയ്ക്ക് ഗംഗയെ നോക്കുന്നുണ്ട്. എന്നിട്ട് ധ്രുവൻ അവിടെ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഗംഗ ഇത്തിരി കഴിഞ്ഞു, ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും പുറകെ ഇറങ്ങി ചെല്ലുകയാണ് കേട്ടോ. ധ്രുവൻ ഇറങ്ങിയതിന്റെ പുറകെ തന്നെ ഇറങ്ങി ചെന്നു. എന്നിട്ട് എന്നാലും എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്താ കുഴപ്പം? നവീൻ ബ്രോയുടെ കയ്യില് ഞാൻ കൊടുത്ത ആ പച്ച ബാഗിലെ പണം, ആ 1 കോടി രൂപ അതെങ്ങനെ ഗൗരിയുടെ കയ്യിലേക്ക് എത്തി എന്നാ സംശയം. ധ്രുവൻ നവീനെ ഏൽപ്പിച്ച പണം അതെന്തായാലും നവീന്റെ കയ്യിൽ തന്നെ കാണൂന്നേ എന്ന് പറഞ്ഞു. ഇല്ല, അതില്ല എന്ന് ഉറപ്പായി എന്ന് പറഞ്ഞു. എനിക്ക് ഇവിടെയോ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പായി എന്ന് പറഞ്ഞു. അപ്പൊ ഗംഗയാകെ പേടിച്ചോട്ടോ. ആരോ ഒരാൾ ഞങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പൊ എവിടെയോ ഒരു ചതി നടന്നിട്ടുണ്ട് എന്ന് ധ്രുവന് മനസ്സിലായി. അപ്പൊ ഗംഗ ആകെ ഒന്ന് പേടിച്ചു. ഇനി ഗംഗയെ സംശയിക്കാനുള്ളൂ ബാക്കി. അപ്പൊ കൂട്ടത്തിൽ നിന്ന് ചതിച്ചത് ആരായിരിക്കും എന്നിങ്ങനെ ധ്രുവൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗംഗ വേഗം തന്നെ അപ്പുറത്തേക്ക് മാറിയിട്ട് അവിടുന്ന് ഒരു പൂ പറിച്ചു കേട്ടോ. ഒരു കൊങ്ങണിപ്പൂ പോലത്തെ ഒരു പൂവ്. അപ്പൊ ആ പൂ പറിച്ചിട്ട് നേരെ വന്നു. എന്നിട്ട് ധ്രുവന്റെ കയ്യിലേക്ക് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് അങ്ങ് നീട്ടുകയാണ്. അത് വേഗം വാങ്ങിയിട്ട് അല്ല, ശങ്കറിനെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഗംഗയ്ക്ക് എന്താ പെട്ടെന്നൊരു മനമാറ്റം എന്ന് ചോദിച്ചു. എന്നിട്ട് ധ്രുവൻ ഭയങ്കര സന്തോഷത്തിൽ അതങ്ങ് വാങ്ങി. എന്നിട്ട് ആള് ഒന്നും മിണ്ടിയില്ല, ഭയങ്കര ചിരിച്ച് സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഗംഗ. ധ്രുവൻ എന്നാ പറയാ, ഇപ്പൊ എന്നെ ചതിച്ച ആളെ എനിക്ക് മനസ്സിലായി എന്നിവൻ പറഞ്ഞ് നേരെ തന്നെ ഈ പൂവെടുത്തങ്ങ് മണത്ത പടി ഇതാണ്ട് കിടക്കുന്നു നിലത്ത്, വെട്ടിയിട്ട ചക്ക പോലെ. അപ്പം എന്താണെങ്കിലും മുൻകൂട്ട് കരുതി വെച്ചിരുന്ന ക്ലോറോഫോം തന്നെ നമ്മുടെ ധ്രുവന് പണി കൊടുക്കാൻ ഗംഗ ഉപയോഗിച്ചു കേട്ടോ. അപ്പൊ ഗംഗ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ആ ക്ലോറോഫോം എടുത്ത് കൈ പിടിച്ചിരുന്നു. എന്നിട്ട് ആ പൂവില് പറിച്ചപ്പോ തന്നെ അതിങ്ങനെ തളിച്ചിട്ടാണ് ധ്രുവന് കൊടുക്കുന്നത് കേട്ടോ. അതോടെയാണ് ധ്രുവന്റെ ബോധം പോയത്. അവസാനം ധ്രുവനെ നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചിട്ട് ഗംഗ പതുക്കെ അവിടെ നിന്ന് സ്കൂട്ടാകുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് മഹാദേവനെയാണ്. മഹാദേവൻ അട്ടഹസിച്ച് ചിരിക്കുകയാണ്. എടി രാധാമണി തങ്കച്ചി, നീ അറിഞ്ഞോ എന്ന് ചോദിച്ചു. എന്താ മനുഷ്യ, എന്താ? നിന്റെ മരുമോളുണ്ടല്ലോ കള്ളനോട്ട് കേസില് അറസ്റ്റിലായി, അവള് ജയിലിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഓഹ് എന്റെ പൊന്നോ, നിങ്ങൾ പറയുന്നത് സത്യം തന്നെയാണോ മനുഷ്യ? എനിക്കിത് വിശ്വസിക്കാനേ പറ്റണില്ല എന്ന് പറഞ്ഞു. ശരിയാ രാധാമണി തങ്കച്ചി ചേച്ചി, അതേ രാധേച്ചി എന്ന് പറഞ്ഞു വക്കീല്. 100% സത്യാന്ന് ഈ പറഞ്ഞത്. രാഷ്ട്രീയത്തിലെ ഈ ചാണക്യനോളം ബുദ്ധി വെച്ച് കളിക്കണമെങ്കിലേ ആ പാവം ഗൗരിക്കുഞ്ഞ് അറിഞ്ഞില്ലട്ടോ ഈ ചാണക്യൻ ആരാണെന്ന്. എന്റെ മനസ്സൊന്ന് തണുത്തത് ഇപ്പഴാ. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു കേട്ടോ. അവക്ക് ഇത്രയും നല്ലൊരു പണി നിങ്ങളായിട്ട് കൊടുക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടേയില്ല എന്ന് പറഞ്ഞു. എടി രാധേ, അവനുണ്ടല്ലോ അവന്റെ ആങ്ങള, അവനൊരു ഒരുത്തൻ കാരണമാ എന്റെ ഈ പൊളിറ്റിക്കൽ ഭാവി മൊത്തം ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കിയത്. എന്നിട്ട് അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവള് ഒരു വളഞ്ഞ വഴി അങ്ങ് കണ്ടുപിടിച്ചു. അവളെക്കാട്ട് വളഞ്ഞ വഴിയില ചാരങ്ങാട്ട് മഹാദേവൻ അവളെ അങ്ങ് കുരുക്കി. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഗംഗ നേരെ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. അപ്പൊ ഗംഗമോളെ നീ അറിഞ്ഞോ വിശേഷങ്ങളൊക്കെ എന്ന് ചോദിച്ചു. നല്ല സന്തോഷമുള്ള കാര്യങ്ങളാ പറയാനുള്ളത് എന്നാ എന്ന് ചോദിച്ചു. അപ്പൊ ഗംഗയുടെ മുഖത്ത് അത്ര സന്തോഷമൊന്നുമില്ല. കള്ളനോട്ട് കേസിലെ ഗൗരി തമ്പുരാട്ടി അകത്തായി കേട്ടോ എന്ന് പറഞ്ഞു. ദേവമാമ ചെറുതായിട്ട് അവക്കൊരു പണി കൊടുത്തു കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അബദ്ധം പറ്റിയതല്ല, ദേവമാമ മനഃപൂർവ്വം ചെയ്തതല്ലേ? പിന്നല്ലാണ്ട്. പിന്നെ എത്ര വലിയ തെറ്റാ ദേവമാമ ഈ ചെയ്തത്? തെറ്റോ എന്ന് ചോദിച്ചു രാധ. ഇത് ഗംഗമോളെ, ഇതാ ശരി, നിനക്കൊന്നും അറിയില്ല. അവളുണ്ടല്ലോ ആ ഗൗരി, അവള് വിഷമാ, കൊടും വിഷം, അറിയോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പൊ ദേവനും അങ്ങ് നിന്നിട്ട് അവക്കെ വലിയ പ്ലാനും പദ്ധതിയും ഒക്കെ ആയിരുന്നു കേട്ടോ സത്യത്തില്. അതെ, അതൊക്കെ മോക്കറിയോ എന്ന് ചോദിച്ചു. അതെ, അവളെ തട്ടിക്കൊണ്ട് പോയതൊന്നും അല്ലെന്നേ, അവളുടെ നാടകമായിരുന്നു, നാടകം. മനസ്സിലായോ?
അവളുടെ ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗരി തമ്പുരാട്ടി നടത്തിയ ഒരു പൊറാട്ട് നാടകമായിരുന്നു മോളെ അത് എന്ന് പറഞ്ഞു. ദേവമാമേ, എങ്കിൽ ദേവമാമ കേട്ടോ, ദേവമാമ ആ ഗൗരിയോട്, ആ പാവം ഗൗരിയോട് ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ പാവം ഗൗരി. എന്റെ ഗംഗമോള്, 1 കോടി രൂപയല്ല കേട്ടോ ഈ ദേവമാമയുടെ വിഷയം. അതൊരിക്കലും പ്രശ്നമല്ല. 1 കോടി രൂപയ്ക്ക് ദേവമാമയ്ക്ക് പുല്ലായിട്ടുണ്ടാക്കാനും പറ്റും. പക്ഷേങ്കില് അവളെ കാണാനില്ല എന്നറിഞ്ഞപ്പോ പാവം കുട്ടിശങ്കരനുണ്ടല്ലോ എന്തുമാത്രം വിഷമിച്ചു എന്ന് നിനക്കറിയോ? അവന്റെ ആ മനസ്സിന്റെ വേദന, അവളുടെ ഈ നാടകമൊന്നും അവൻ അറിയില്ലല്ലോ. ഗംഗമോള്, എന്റെ മോൻ കുട്ടിശങ്കരനെ എത്രമായിട്ട് സത്യസന്ധമായിട്ടും നിഷ്കളങ്കമായിട്ടാണ് അവളെ സ്നേഹിച്ചെന്ന് അറിയോ? സ്വന്തം ആങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ മോന്റെ സ്നേഹത്തിന് വരെ അവള് ചതിച്ചപ്പോഴാണ് ദേവമാമ അവക്കൊരു പണി കൊടുത്തത് കേട്ടോ. ദേവമാമേ, ദേവമാമ കരുതുന്നത് പോലെ ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന്റെ ബുദ്ധി ഗൗരിയുടെ അതായിരുന്നില്ല. നീ എന്തായി പറയണത്? പിന്നെ ആരുടെ ബുദ്ധിയായിരുന്നോ? എല്ലാത്തിനും പിന്നിൽ ശങ്കർ തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇവരെല്ലാരും ഞെട്ടിപ്പോയി കേട്ടോ. എന്തായി പറയുന്നത് എന്നോർത്ത്. നീ എന്താ പറഞ്ഞത്? എന്നിട്ട് കുട്ടിശങ്കരനോ എന്ന് ചോദിച്ചോ? അതെ ദേവമാമേ, അതെ. ശങ്കർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി അനുസരിക്കുക മാത്രമേ ഗൗരി ഇപ്പൊ ചെയ്തിട്ടുള്ളൂ. അവക്കൊന്നും അറിയില്ലായിരുന്നോ? ദേവമാമ ഇപ്പൊ ഗൗരിയെ തോൽപ്പിച്ചു എന്ന് കരുതുന്നുണ്ടെങ്കിൽ ആ തോന്നല് വളരെ തെറ്റാട്ടോ. അവക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അവളൊരു പാവാ. ദേവമാമ തോൽപ്പിച്ചതും തകർത്ത് കളഞ്ഞതും ഒക്കെ ദേവമാമയുടെ കുട്ടിശങ്കരനെ തന്നെയാ എന്ന് പറഞ്ഞിട്ട് ഗംഗ അകത്തേക്ക് കേറിപ്പോയി. എന്റെ സുബ്രഹ്മണ്യ സ്വാമിയെ, എന്തൊക്കെ കേൾക്കുന്നത് എന്ന് പറഞ്ഞ് രാധാമണി. അപ്പൊ വക്കീലിനും പേടിയായിട്ടോ. മഹാദേവ സാറേ, ദേ ചതിച്ചത് മഹാദേവൻ സാറ് തന്നെയാണെന്ന് ശങ്കര കുഞ്ഞിന് മനസ്സിലായ സ്ഥിതിക്ക് ഇനി ശങ്കര കുഞ്ഞ് അടങ്ങിയിരിക്കുമെന്ന് മഹാദേവൻ സാറിന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ലട്ടോ. ശങ്കരൻ കുഞ്ഞിന്റെ ഒരു സ്വഭാവം വെച്ചിട്ടാ നോക്കുമ്പോ ഇന്നിവിടെ ഒരു ചോരപ്പുഴ ഒഴുകും, ഒരു സംശയമില്ല. അപ്പൊ മഹാദേവനും ആകെ വെപ്രാളവും പരവേശവും ഒക്കെയായി. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. പിന്നെ നമ്മൾ കാണുന്നത് ശ്യാമിന്റെ വീട്ടിലാണ്. അപ്പൊ നന്ദിനി അമ്മയും പ്രൊഫസറും വേണിയും ഒക്കെ മാറി മാറി നിന്ന് കരയാണ്. അപ്പൊ മുത്തശ്ശിയും ആരതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. വേണിമോളെ, നീ എന്തിനാ കരയുന്നത്? അപ്പൊ ആദർശൻ എവിടെ എന്ന് ചോദിച്ച ആരതിയും വന്നു. ഇവരാരും ഒന്നും മിണ്ടണില്ല, കരയാണ്. ചോദിച്ച കേട്ടില്ലേ, നിങ്ങൾ എന്താ ഇങ്ങനെ മാറി മാറി എന്ന് കരയണത്? എന്താമേ, എന്തിനാ എല്ലാരും കരയണത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവരാരും ഒന്നും മിണ്ടണില്ല. വേണിമോളെ, നീ പറയാ, ആദർശ് എവിടെയെന്നാ ചോദിച്ചത്? ഇത് മോൻ എവിടെ എന്ന് ചോദിച്ചു. ആദർശനെ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. അപ്പോ നിങ്ങൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നതാ? അവൻ എവിടെ എന്ന് ചോദിച്ചു കേട്ടില്ലേ? ആദർശ് ചേട്ടന് വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചില്ല. അപ്പോ നീയല്ലേ പറഞ്ഞത് അവന് വേണ്ടിയിട്ടുള്ള പണം ഏർപ്പാടാക്കിയിട്ടുണ്ട്, അതെല്ലാം ശരിയാകും എന്നൊക്കെ. എന്നിട്ട് പിന്നെ എന്താ ആ പണം നമുക്ക് കിട്ടിയില്ലേ മോളെ? ചോദിച്ച കേട്ടില്ലേ നിന്നോട് എന്ന് ചോദിച്ചു. എപ്പോഴും മിണ്ടണില്ല. അവൻ എല്ലാം തൊലച്ചമ്മേ എന്ന് പറഞ്ഞു നന്ദിനി. നമ്മള് അത് മാത്രല്ല അമ്മേ, ആ ആദർശിനെ സഹായിക്കാൻ നോക്കിയിട്ട് നമ്മുടെ ഗൗരിമോളുടെ ജീവിതം കൂടി അവൻ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. ഗൗരിമോളോ? എന്റെ ഗൗരിമോക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചു. മാറി മാറി ചോദിച്ചു. അപ്പൊ ശ്യാമിന്റെ അടുത്ത് എന്നിട്ട്, മോനെ ശ്യാമേ, നിന്നോടാ ചോദിക്കുന്നത്, ഗൗരിമോക്ക് എന്താ പറ്റിയത്? അമ്മേ, നീ പറയടാ, എന്റെ ഗൗരിക്ക് എന്താടാ പറ്റിയത്? അപ്പൊ കുറെ നേരം ഇരുന്നിട്ട് ശ്യാമ, അത് പിന്നെ അമ്മേ, നമ്മുടെ ഗൗരി എന്ന് പറഞ്ഞ വിങ്ങി പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.